അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അംഗീകരിച്ചും അനുസരിച്ചും യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഖ്ലിസുകളായി, മുഅ്മിനുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, അതിന് അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 47-ാം അധ്യായമായ സൂറത്ത് മുഹമ്മദാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 4 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ക്ലാസ്സിൽ 5 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. 4-ാമത്തെ ആയത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി യുദ്ധത്തിൽ ഏറ്റുമുട്ടിയാൽ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തിയത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി ഫലൻ യുളില്ല അഅ്മാലഹും, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ഷഹീദുകളായ ആളുകൾ അവരുടെ കർമ്മങ്ങളെ അവനൊരിക്കലും പാഴാക്കുന്നതേ അല്ല എന്ന സന്തോഷവാർത്ത അറിയിച്ചു. ശുഹദാക്കളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ ധാരാളം പരാമർശങ്ങളുണ്ട്. അവരുടെ ഒരു പ്രവർത്തനവും വെറുതെയാവുകയില്ല. ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ച് മരിച്ചവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്നൊക്കെ അള്ളാഹു തആല പറഞ്ഞിട്ടുമുണ്ട്. തുടർന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് 5-6 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്. ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ശത്രുതയിൽ വർത്തിക്കുകയും ശത്രുക്കളായി മാറുകയും അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളോട് പോർക്കളത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളാണ് അല്ലാഹു തആല പറഞ്ഞത്. അങ്ങനെ രണഭൂമിയിൽ പിന്തിരിഞ്ഞു പോകാതെ അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളെ ഉയർത്തുവാൻ ഇസ്ലാമിനു വേണ്ടി പടവെട്ടുന്ന ആ യോദ്ധാക്കളെ കുറിച്ചാണ് അള്ളാഹു പിന്നീട് പറയുന്നത് 5-ാമത്തെ ആയത്തിൽ. സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും. സയഹ്ദീഹിം, ശേഷം അവൻ അവരെ നേർവഴിയിലാക്കുന്നതാണ്, അവരെ ലക്ഷ്യത്തിലേക്ക് അവൻ നയിച്ചുകൊള്ളും. സയഹ്ദീഹിം, ഇഹ്ദിന, സയഹ്ദീഹിം, ശേഷം അവൻ നയിക്കും, ഹിം, അവരെ അവൻ നയിക്കുന്നതാണ് ലക്ഷ്യത്തിലേക്ക്. വയുസ്ലിഹു, മസ്ലഹത്ത്, യുസ്ലിഹു, അവൻ നന്നാക്കുകയും ചെയ്യും. ബാലഹും, അവരുടെ സ്ഥിതി, ബാലഹും, അവരുടെ സ്ഥിതിഗതികൾ. 2-ാമത്തെ ആയത്തിലും ഇതേ പദം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വ അസ്ലഹ ബാലഹും, അവരുടെ സ്ഥിതി അവൻ നന്നാക്കുകയും ചെയ്യുന്നതാണ്. സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും, അവൻ അവരെ ലക്ഷ്യത്തിലേക്ക് നയിച്ചു കൊള്ളുന്നതാണ്, അവരുടെ സ്ഥിതി അവൻ നന്നാക്കുകയും ചെയ്യും. പിന്നീട് അവർക്കുള്ള നേട്ടം വയുദ്ഖിലുഹുമുൽ ജന്നത അറഫഹാ ലഹും. വയുദ്ഖിലുഹും, ദഖല, പ്രവേശിച്ചു, യുദ്ഖിലുഹും, അവരെ അവൻ പ്രവേശിപ്പിക്കുന്നതാണ്, അവരെ അവൻ പ്രവേശിപ്പിക്കുന്നതാണ്. എവിടെ? അൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അറഫഹാ, അറഫ, അറിഞ്ഞു, അറഫഹാ, അതിനെ അവൻ അറിയിച്ചു കൊടുത്തിരിക്കുന്നു, അതിനെ അവൻ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എന്തിനെ? സ്വർഗത്തിനെ. അറഫഹ, ആ സ്വർഗത്തിനെ അവൻ അഥവാ അള്ളാഹു പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ലഹും, അവർക്ക്. വയുദ്ഖിലുഹുമുൽ ജന്നത അറഫഹ ലഹും, അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ആ സ്വർഗത്തെ കുറിച്ച് അള്ളാഹു അവർക്ക് നേരത്തെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു എത്ര സ്ഥലങ്ങളിലാ പറഞ്ഞത്? അതിനെക്കുറിച്ച് പരാമർശിക്കാത്ത സൂറത്തുകൾ പോലും കുറവാണ്. അത്രത്തോളം നിരവധി സൂറത്തുകളിലൂടെ
സ്വർഗത്തിലെത്തിയാൽ കിട്ടാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, അതിലെത്തിയാലുള്ള അനുഭൂതികളെക്കുറിച്ച്, അതിൽ ഉണ്ടാകുന്ന ആസ്വാദനങ്ങളെക്കുറിച്ചുമൊക്കെ ലഹും അവർക്ക് അല്ലാഹു തആല പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ആ സ്വർഗത്തിൽ വയുദ്ഖിലുഹുമുൽ ജന്ന, ആ സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോ യുദ്ധത്തിൽ സത്യവിശ്വാസികൾ കൊല്ലപ്പെടുക ഒരു ഭാഗത്ത് നിന്ന് മാത്രമല്ല, മറുഭാഗത്തു നിന്നും കൊല്ലപ്പെടുക അത് സ്വാഭാവികമാണ്. എന്നാൽ റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹനീയമായ ഉന്നതമായ ആ വാക്യം അത് ഉയർത്തിപ്പിടിക്കുവാനും അതിന്റെ ഉന്നതിക്ക് വേണ്ടി രണാങ്കണത്തിലിറങ്ങി യുദ്ധം ചെയ്യുന്ന രക്തസാക്ഷികളാകുന്ന ആളുകൾ അവരുടെ ഒരു കർമ്മങ്ങളും അല്ലാഹു പാഴാക്കാതെ കൃത്യമായ പ്രതിഫലം അല്ലാഹു തആല അവർക്ക് നൽകും. അതേ പ്രകാരം അവരുടെ എല്ലാവിധ സ്ഥിതിഗതികളെയും അല്ലാഹു നന്നാക്കി തീർക്കുകയും അവർക്ക് നേരത്തെ തന്നെ ഖുർആൻ വഴി അതേ പ്രകാരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴികളിലൂടെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള മഹനീയമായ സ്വർഗീയ ആരാമത്തിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇത് ആ രണാങ്കണത്തിൽ ഇറങ്ങിയ അവിടെ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളായി, അവർക്ക് കിട്ടുന്ന പദവികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം കൊണ്ട് ഒരു നഷ്ടവും ഇല്ല, അതുകൊണ്ട് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വസിച്ചവരെ, ഹേ വിശ്വാസികളാകുന്ന ആളുകളെ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മോട് പറയാം. എന്താ അല്ലാഹു പറയുന്നത്? ഇൻ തൻസുറൂ, നസ്വറ സഹായിച്ചു. ഇൻ തൻസുറൂ, നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ, ഇൻ തൻസുറൂ, നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ആരെ? അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ യൻസുർ സഹായിക്കും, നിങ്ങളെ, യൻസുറുക്കും നിങ്ങളെ അവൻ സഹായിക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെയും സഹായിക്കുന്നതാണ്. പിന്നെ വയുസബ്ബിത്ത് അവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും, അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. അഖ്ദാമകും നിങ്ങളുടെ പാദങ്ങളെ, അഖ്ദാം പാദങ്ങൾ, നിങ്ങളുടെ, അഖ്ദാമകും നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും, വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെയും സഹായിക്കും, നിങ്ങളുടെ കാലുകളെ അവൻ ഉറപ്പിച്ചു തരുകയും ചെയ്യും, ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. ഇതാണ് 7ാമത്തെ ആയത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങളായി ജീവിക്കണമെന്നും മുസ്ലിമായി തന്നെ മരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. മുസ്ലിമീങ്ങളായിട്ടും അല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്ന വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂന, മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ നിങ്ങൾ ഇടവരരുതേ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയും അവന്റെ താക്കീതുകളും ഏറെ ഗൗരവത്തോടുകൂടെ കാണുകയും മുസ്ലിമായി ജീവിക്കണം. ആരുടെ മുമ്പിലും നട്ടെല്ല് വളക്കാതെ യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധം ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ അഭിമാനിക്കുന്നവരാണ് ഞാൻ നിങ്ങളുമൊക്കെ. അതിൽ അഭിമാനം ഉണ്ടാവുകയും വേണം. മുസ്ലിമാണെന്ന് പറയാൻ യാതൊരു മടിയും ഉണ്ടാകരുത്, എന്തിന്റെ പേരിലാണെങ്കിലും. കാരണം മുസ്ലിമാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലൊരു വർത്തമാനമില്ല. അത് ജീവിതത്തിൽ ഉണ്ടാകണം, വിശ്വാസങ്ങളിൽ ഉണ്ടാകണം, കർമ്മങ്ങളിൽ ഉണ്ടാകണം. മുസ്ലിം എന്ന് വെറും പേരുകളിൽ മുസ്ലിമായാൽ പോരാ. തറവാട് കൊണ്ടും ബാപ്പയും ഉമ്മയും അങ്ങനെ മുസ്ലിമീങ്ങളായി മാറിയാൽ പോരാ. സംഘടനകൾ കൊണ്ട് മെമ്പർഷിപ്പ് കൊണ്ടും മാത്രം മുസ്ലിമായാൽ പോരാ. മറിച്ച് ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനിക്കുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള തത്വങ്ങളും ആദർശങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സംസ്കാരങ്ങളിലും നമ്മുടെ സ്വഭാവങ്ങളിലും ഉണ്ടാകണം. എന്നാൽ അള്ളാഹുവിന്റെ മതമായ വിശുദ്ധ ഇസ്ലാമും നാം മനസ്സിലാക്കിയിട്ടുള്ള ആ സത്യകാര്യങ്ങൾ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിശ്വാസ കർമ്മ ആചാര കാര്യങ്ങൾ, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതിനെയും ആ വിശ്വാസങ്ങളെയും ആ ഇസ്ലാമിന്റെ ആദർശങ്ങളെയും സംരക്ഷിക്കുക, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിന്റെ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക.
വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ, വിശുദ്ധ ഇസ്ലാമിന്റെ മതകാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളെല്ലാം, അതിനുവേണ്ടി സഹിക്കേണ്ടുന്ന ത്യാഗങ്ങൾ എല്ലാം ചെയ്യുക. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സഹായിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ മതത്തിനെ അതിനെ മുറുകെ പിടിക്കുക, അതിനെ പ്രബോധനം ചെയ്യുക, അതിനെ സംരക്ഷിക്കുക, അതിനുവേണ്ടിയുള്ള എല്ലാ സേവനങ്ങളും ചെയ്യുക. അതാണ് നമ്മൾ സനാബീലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ സഹായിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ സംരക്ഷണമാണ് ഖുർആൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നാം ഇതിലൂടെ, ഈ ഗ്രൂപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതെ, അതിനുവേണ്ടി വരുന്ന എന്തെല്ലാം ത്യാഗങ്ങളുണ്ടോ ആ ത്യാഗങ്ങളെല്ലാം സഹിക്കുക. ഇങ്ങനെ അള്ളാഹുവിനെ ഒരാൾ സഹായിക്കുകയാണെങ്കിൽ, ഇതാണ് അള്ളാഹിനെ സഹായിക്കുക എന്നതുകൊണ്ടുള്ള ലക്ഷ്യം. ഇതാണ്, ഇങ്ങനെ ഒരാൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമയം സമ്പത്തും അവന് കിട്ടിയ എല്ലാവിധ സംവിധാനങ്ങളെയും അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ അവന് കിട്ടുന്ന നേട്ടം എന്താ? യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹു അവർക്ക് വിജയം നൽകും. അവർക്ക് അള്ളാഹു പ്രതാപം നൽകും. ഏത് വില്ലാളി വീരന്മാരായ ശത്രുക്കളുടെ മുമ്പിലും കൃത്യമായ ധൈര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആളുകൾക്ക് നൽകും. പക്ഷെ എന്ത് വേണം? പേരുകൊണ്ടുള്ള, അതല്ലെങ്കിൽ സംഘടന കൊണ്ടുള്ള വെറും നാമമാത്രമായ മുസ്ലിമീങ്ങളായാൽ പോരാ. നമ്മുടെ വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും ഒക്കെ ഇസ്ലാമിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാതെ വെറും പേരുകൊണ്ടുള്ള മുസ്ലിമീങ്ങളല്ല. വെറും നാവ് കൊണ്ട് കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് കാര്യമില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയുമ്പോൾ നമ്മുടെ ആരാധനകളൊക്കെ റഹ്മാനായ റബ്ബിന് മാത്രമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തീർച്ചയായും അള്ളാഹു നമ്മെ സഹായിക്കും. ഏത് ശത്രുക്കളുടെ മുമ്പിലും, ഏത് ശത്രുക്കളാണെങ്കിലും നമ്മളെ കണ്ണുരുട്ടി പേടിപ്പിച്ചാൽ പേടിക്കുന്നവരായി മാറുകയില്ല. നമ്മൾ ഒരിക്കലും ഭീരുക്കളായി പിന്തിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ഈ വചനം ഏത് സമയത്തും മുസ്ലിമീങ്ങളാകുന്ന ഞാനും നിങ്ങളും ഓർമ്മിച്ചിരിക്കേണ്ട ഒരു വചനമാണ്. അള്ളാഹുവിന്റെ സഹായം എവിടെ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നുണ്ടോ അവിടെയൊക്കെ കാരണക്കാർ മുസ്ലിമീങ്ങൾ തന്നെയായിരിക്കും. കാരണം നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കർമ്മങ്ങളും പരിശുദ്ധ ഖുർആനിനും ഹദീസിനും വിരുദ്ധമായി മാറുമ്പോൾ, അള്ളാഹു പൊരുത്തപ്പെടാത്ത, അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹു ഒരിക്കലും ചെയ്യരുതേ എന്ന് പറഞ്ഞ ആ തിന്മകൾക്ക്, ഏറ്റവും ശക്തമായ ശിർക്കുകൾക്ക് മുമ്പിൽ പോലും മുസ്ലിം നാമധാരികളാകുന്ന ആളുകൾ ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇതാ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന് പണിയെടുക്കുവാൻ വേണ്ടി, അള്ളാഹുവിന്റെ മഹനീയമായ തൗഹീദിന്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിന്റെ പ്രബോധനത്തിന് വേണ്ടി നിങ്ങൾ സമയവും സമ്പത്തും കണ്ടെത്താൻ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഞാൻ സഹായിക്കുമെന്നത് അള്ളാഹുവിന്റെ ഉറപ്പാണ്. നിങ്ങൾക്ക് അവിടെ ഒരിക്കലും പിന്തിരിഞ്ഞു പോകേണ്ടി വരില്ല. നിങ്ങൾക്ക് ഒരിക്കലും ശക്തി ഞാൻ നൽകാതിരിക്കുകയില്ല. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ ഞാൻ ഉറപ്പിച്ചു നിർത്തും എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു വെറും വർത്തമാനം പറയില്ല. അപ്പോൾ നമ്മുടെ കാൽപാദങ്ങൾക്ക് എവിടെയെങ്കിലും ചാബല്യം ഉണ്ടാകുന്നുവെങ്കിൽ, പരാജയം ഉണ്ടാകുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാതിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനെ നാം അങ്ങോട്ട് സഹായിക്കാത്തതിന്റെ കാരണമാണ് എന്ന് തിരിച്ചറിയാൻ വിശ്വാസികളെ നമുക്ക് കഴിയണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ മതത്തിനെ സഹായിക്കുക, അതിനുവേണ്ടി കഴിയാവുന്ന രീതിയിലൊക്കെ നാം പണിയെടുക്കണം എന്ന ശക്തമായ ഒരു താക്കീതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 7-ാമത്തെ ആയത്തിൽ നൽകുന്നത്. തുടർന്ന് വല്ലദീന കഫറൂ ഫതഅ്സൽ ലഹും വഅളല്ല അഅമാലഹും, അള്ളാഹുവിനെ സഹായിച്ച ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് അള്ളാഹു 8-ാമത്തെ ആയത്തിൽ അവിശ്വാസികളാകുന്ന ആളുകൾ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടും തോന്നിയതുപോലെ വെറും പേരുകൊണ്ട് മാത്രം മുസ്ലിമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കാതെ തോന്നിവാസികളായി ജീവിച്ച ആളുകൾ, അവിശ്വാസികളാകുന്ന ആളുകൾ, അവരുടെ നഷ്ടങ്ങളെ കുറിച്ചാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത് 8-ാമത്തെ ആയത്തിൽ. വല്ലദീന കഫറു, അവിശ്വാസികളാകുന്ന ആളുകൾ, അവിശ്വാസികളാകുന്ന കാഫിരീങ്ങളാകുന്ന ആളുകൾ, ഫതഅ്സൻ, അവർക്ക് നാശമുണ്ട്, അവർക്ക് നാശം തന്നെയാണ്, അവർക്ക് അധപ്പതനം തന്നെയാണ്, നാശമാണ് അവിശ്വാസികളാകുന്ന ആളുകൾക്കുള്ളത്. തഅ്സൻ, നാശം, ലഹും, അവർക്ക് നാശമാണ്. പിന്നെയോ വഅളല്ല അഅമാലഹും, ആ പദവും മുമ്പ് കഴിഞ്ഞു പോയതാണ്. വഅളല്ല അഅമാലഹും, അളല്ല അഅമാലഹും, അവരുടെ കർമ്മങ്ങൾ അല്ലാഹു തആല പാഴാക്കി കളയുന്നതാണ് എന്ന് മുമ്പുള്ള സൂറത്തുകളിൽ 1-ാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞു അല്ലേ, അവിശ്വാസികളാകുന്ന ആളുകളെ കുറിച്ച്. അളല്ല അഅമാലഹും, അവരുടെ കർമ്മങ്ങളെ അല്ലാഹു തആല പാഴാക്കി കളയുന്നതാണ്. ആരുടെ? അവിശ്വാസികളാകുന്ന ആളുകളുടെ.
വല്ലദീന കഫറൂ ഫതഅസല്ലഹും വഅളല്ല അഅമാലഹും. അവിശ്വസിച്ചവരാകട്ടെ അവർക്ക് നാശം തന്നെ, അവർക്ക് അധപ്പതനം തന്നെ, അവർക്കൊരിക്കലും വിജയമുണ്ടാവുകയില്ല. അള്ളാഹു അവരുടെ കർമ്മങ്ങൾ പാഴാക്കി കളയുന്നതാണ്. അവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയും. ആരുടെ? അവിശ്വാസികളാകുന്ന ആളുകൾ. എന്താ അതിന് കാരണം? ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. ذلك അത് ഏത്? ആ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് നാശമുണ്ട്, അവരുടെ കർമ്മങ്ങളെ അള്ളാഹു പാഴാക്കി കളയുമെന്നല്ലേ 8-ാമത്തെ ആയത്തിൽ പറഞ്ഞത്? എന്തേ അതിന് കാരണം? അവിശ്വാസികളാകുന്ന ആളുകൾ അവര് നാശത്തിലാണെന്നും അവരുടെ കർമ്മങ്ങൾ പാഴാക്കുന്നതുമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ذلك അത് ബി അന്നഹും അവരായ കാരണം കൊണ്ടാണ്. കരിഹു അവര് വെറുത്തു എന്നത് കാരണമാണ്. അവര് വെറുത്തു. കരിഹ വെറുത്തു, കരിഹു അവര് വെറുത്തു. ബി അന്നഹും അവരായ കാരണം കൊണ്ട്, കരിഹു അവര് വെറുത്തു എന്ന കാരണം കൊണ്ടാണ്. എന്തിനെയാണ് അവര് വെറുത്തത്? മാ ഒന്നിനെ അൻസല ഇറക്കിയിരിക്കുന്നു അല്ലാഹ് ഇറക്കിയ ഒന്നിനെ, മാ അൻസലല്ലാ അല്ലാഹു ഇറക്കിയ, അല്ലാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു എന്നതാണ് അതിന്റെ കാരണം. അഥവാ വിശുദ്ധ ഖുർആനിനെ പഠിക്കാതെ, അതിനെ മനസ്സിലാക്കാതെ അതിന് സമയമില്ല. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, പക്ഷേ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമയമില്ല. അതിനെ വെറുത്തു, അതിനെ പഠിക്കുന്നതിനെ, അതിനെ പാരായണം ചെയ്യുന്നതിനെ, അതിനെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനെ, അതിനെയൊക്കെ ബി അന്നഹും കരിഹു അവർ വെറുത്ത കാരണം കൊണ്ടാണ് അവരുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു തആല പാഴാക്കി കളയുന്നത്. ഇനിയോ ഫഅഹ്ബത അഅമാലഹും, മുകളിൽ പറഞ്ഞു അളല്ല അഅമാലഹും, അവരുടെ കർമ്മങ്ങൾ അല്ലാഹു തആല പാഴാക്കും. ഇവിടെ ഒന്നുകൂടെ അടിവരയിട്ടുകൊണ്ട് വീണ്ടും അല്ലാഹു പറയാണ് മറ്റൊരു പദത്തിലൂടെ ഫഅഹ്ബത അഅമാലഹും. അഹ്ബത പൊളിച്ചു കളയുന്നതാണ്, നിഷ്ഫലമാക്കി കളയുന്നതാണ്. എന്തിനെ? അഅമാലഹും അവരുടെ കർമ്മങ്ങൾ മുഴുവനും നിഷ്ഫലമാക്കി കളയും. അവരുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയും, അവരുടെ കർമ്മങ്ങളെ പാഴാക്കി കളയും എന്നെല്ലാം അല്ലാഹു തആല ഗൗരവത്തോടുകൂടെ മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ഇതിൽ നമ്മളും പെടാൻ പാടില്ല. കാഫിർ എന്ന് പറഞ്ഞാൽ പേരുകൊണ്ടേ നമ്മൾ മുസ്ലിമീങ്ങളാകും. പക്ഷേ വെറും പേരുകൊണ്ടോ മറ്റോ ജാതി കൊണ്ടോ മാത്രമല്ല ഒരാൾ അവിശ്വാസികളായി തീരുക. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും അതിനെ അംഗീകരിക്കുവാനും അതിനെ സ്വീകരിക്കുവാനും എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹ് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ, അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞോ അത് പൂർണ്ണമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കൽപ്പനയെ വെറുപ്പോടുകൂടെ കാണുകയോ, വെറുപ്പോടുകൂടെ സമീപിക്കുകയോ, വെറുപ്പോടുകൂടെ സംസാരിക്കുകയോ ചെയ്താൽ തീർച്ചയായും അവരുടെ സർവ്വകർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയും, നിഷ്ഫലമാക്കി കളയുമെന്നാണ് ഈ ആയത്തിൽ അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നത്. അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളെയും പൂർണ്ണമായി അംഗീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ച 5 ആയത്തുകളുടെ അർത്ഥം ഒന്നുകൂടെ. സയഹ്ദീഹിം, ശേഷം അവൻ അവരെ നേർവഴിയിലാക്കുന്നതാണ്, ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ്. വയുസ്ലിഹു ബാലഹും, അവരുടെ അവസ്ഥകളെ, അവരുടെ സ്ഥിതിഗതികളെ അവൻ നന്നാക്കുകയും ചെയ്യും. അള്ളാഹു അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും അവരുടെ സ്ഥിതി അല്ലാഹു നന്നാക്കുകയും ചെയ്യും. വയുദ്ഖിലുഹും, അവരെ അവൻ പ്രവേശിപ്പിക്കും അൽ ജന്നത, സ്വർഗത്തിൽ. അർറഫഹ, ആ സ്വർഗത്തെ അവൻ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ലഹും, അവർക്ക്. അല്ലാഹു ആ വിഭാഗം ആളുകളെ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ആ സ്വർഗത്തെ കുറിച്ച് നേരത്തെ തന്നെ വിശുദ്ധ ഖുർആനിലൂടെ, തിരുസുന്നത്തുകളിലൂടെ ആ സ്വർഗത്തിനെയും സ്വർഗത്തിനെ കുറിച്ചുള്ള അതിന്റെ അനുഭൂതികളെയും ഒക്കെ അർറഫഹ ലഹും, അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ നിങ്ങളെ അല്ലാഹുവും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു തരികയും ചെയ്യും. വല്ലദീന കഫറൂ ഫതഅസല്ലഹും വഅളല്ല അഅമാലഹും, വല്ലദീന കഫറൂ, അവിശ്വസിച്ച ആളുകൾ, ഫതഅസൻ, അവർക്ക് നാശമാണ്, അത് അധപതനമാണ്, ലഹും, അവർക്ക്. വഅളല്ല അഅമാലഹും, അവരുടെ കർമ്മങ്ങളെ, അവരുടെ പ്രവർത്തികളെ അവൻ പാഴാക്കി കളയുകയും ചെയ്യും. അവിശ്വസിച്ച ആളുകൾക്ക്, അവർക്ക് അധപതനമാണ്, അവർക്ക് നാശം തന്നെ. അല്ലാഹു അവരുടെ കർമ്മങ്ങളെ പാഴാക്കി കളയുന്നതാണ്. ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. ذلك,
ആ കോട്ടങ്ങളൊക്കെ അവർക്കുണ്ടാകുന്നത്, അവരുടെ കർമ്മങ്ങളെ അവൻ പാഴാക്കി കളയുന്നത്, അവർക്ക് അനാശമാണെന്ന് പറഞ്ഞത് എന്ത് കാരണമാണ്? ബിഅന്നഹും കരിഹൂ മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു കളഞ്ഞ കാരണത്താലാണ്. അതിനോട് ഇഷ്ടമില്ലാതെ ആ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളെ, വിശുദ്ധ ഖുർആനിന്റെ താക്കീതുകളെ അവർ വെറുത്തു കളഞ്ഞ കാരണത്താലാണ് അത്. അതേ പ്രകാരം അവരുടെ കർമ്മങ്ങളൊക്കെ അവൻ നിഷ്ഫലമാക്കിയിരിക്കുന്നു. എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടാവില്ല. വിശുദ്ധ ഖുർആനിനെ പുറംതിരിഞ്ഞു നിന്നാൽ, ആ വിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കാതിരുന്നാൽ, അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചാൽ, തീർച്ചയായും അവർ ചെയ്യുന്ന എന്ത് കർമ്മങ്ങളാണെങ്കിലും ആ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നതാണ്, നിഷ്ഫലമാക്കിയിരിക്കുന്നു, അവരുടെ കർമ്മങ്ങളൊക്കെ പാഴാക്കുന്നതാണ്. വളരെ ശക്തമായ നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ ഒരു താക്കീതുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ളത്. പഠിക്കുക, പകർത്തുക, ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.